ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഒരു പൂമ്പാറ്റ അതിന്റെ ചിറകിട്ടടിച്ചാൽ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായേക്കാം. ഇതൊരു ഫിലോസഫി പ്ലസ് സയൻസ് തിയറിയാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ ഒരു കഥയിലുണ്ട് കേട്ടോ. അതായത് കഥാനായിക ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് അവളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. കഥയെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. തയ്യൽക്കാരിയായിട്ടുള്ള നമ്മുടെ കഥാനായിക ബാർബറ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സംഭവം കാണുകയാണ്. രണ്ടുപേരും അടികൂടി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു മൂലക്ക് കിടക്കുന്നുണ്ട്. കുറെ ഡ്രഗ്സിന്റെ പാക്കറ്റും ഒരു ഭാഗത്ത് കിടക്കുകയാണ്. ഒരു ഭാഗത്താണെങ്കിൽ വലിയൊരു പണപ്പെട്ടിയുണ്ട്. ഇവിടെ വെച്ച് ആ ഒരു പെൺകുട്ടി ഒരു തീരുമാനം എടുക്കുകയാണ്. അത് അവളുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു കാർഡാണ് കാണിക്കുന്നത്. ആ കാർഡിന്റെ ഒരു ഭാഗത്തായിട്ട് മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവളുടെ പേരാണ് ബാർബറ. പണം അടങ്ങുന്ന ഒരു പെട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ സമയത്ത് അവളുടെ ശബ്ദത്തിലൂടെ നമ്മൾക്ക് അവൾ തന്നെ ഒരു കാര്യം പറഞ്ഞു തരികയാണ്. എന്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു, അത് തെറ്റായിരുന്നു. അതിന്റെ മരണത്തിന് കാരണമായി. വീണ്ടും ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. രണ്ടാമത് മറ്റൊരു തീരുമാനം എടുത്തു, എന്നാൽ അത് കാരണവും ഞാൻ മരിക്കുകയാണ്. അതും തെറ്റായ തീരുമാനമായിരുന്നു. മൂന്നാമതും ഞാനൊരു തീരുമാനം എടുത്തു, എന്നാൽ അതും തെറ്റായിരുന്നു. ഞാൻ അപ്പോഴും മരിച്ചു. ഞാനിതാ ഇപ്പൊ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് മരിക്കാൻ പോവാണ്. ഇപ്പൊ ആ ഒരു വോയിസ് ഓവർ കഴിഞ്ഞു. കഥ തുടങ്ങുകയാണ്. നമ്മുടെ കഥാനായികയായിട്ടുള്ള ബാർബറ എന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവൾ രാവിലെ തന്നെ അവളുടെ ബെഡിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റപാട് തന്നെ റൂമിന്റെ പല ഭാഗത്തായിട്ട് അവളുടെ അമ്മയുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം പല നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് അവൾ കെട്ടിവെച്ചിരിക്കുകയാണ്. അതിലൊരു നൂല് പിടിച്ച് വലിക്കുന്ന സമയത്ത് അമ്മയുടെ ചില ശബ്ദങ്ങൾ അവിടെ കേൾക്കുകയാണ്. ഇന്ന് അവളുടെ കൂടെ അമ്മയില്ല, അവൾ ഒറ്റയ്ക്കാണ്. എന്നും രാവിലെ അമ്മയുടെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ എണീക്കാറ്. അതുപോലെ തന്നെ ഇവളൊരു ടൈലറാണ്. മാത്രമല്ല ബാർബർക്ക് ഒരു പ്രത്യേകതരം ടാലന്റ് ഉണ്ട്. നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യുന്ന നൂലുണ്ടല്ലോ, അത് വ്യത്യസ്തമായ രീതിയിൽ അവൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവൾ താമസിക്കുന്ന വീടിന്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു കടമുറിയുണ്ട്. അവിടെയാണ് അവളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. അതായത് അവളൊരു ടൈലറാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വസ്ത്രങ്ങൾ അവൾ തയ്ച്ചു കൊടുക്കും. എന്നാൽ ബിസിനസ് ഇപ്പൊ അത്ര നല്ല അവസ്ഥയിലല്ല. നല്ല ടാലന്റ് ഉണ്ടെങ്കിലും അധികം കസ്റ്റമേഴ്സ് ഒന്നും അവൾക്കില്ല കേട്ടോ. ഈ സമയത്താണ് അവൾക്കൊരു കോള് വരുന്നത്. ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറെ വിളിച്ചത്. ആ സമയത്താണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രേസിന്റെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ മണവാട്ടി കണിയേണ്ട ഡ്രസ്സും കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കേണ്ടത് ബാർബറയാണ്. പെട്ടെന്ന് ഓർമ്മ വന്നു. അവളൊന്നും നോക്കിയില്ല. വണ്ടി എടുത്ത് നേരെ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് എത്തിയ ബാർബറയോട് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. കല്യാണ പെണ്ണാണെങ്കിൽ പാതി വസ്ത്രത്തിലാണ് നിൽക്കുന്നത്. അതിപ്പോഴും സെറ്റ് ആയിട്ടില്ല. അല്ല, ഈ വയസ്സെത്തിയ കല്യാണ പെണ്ണ് എന്ന് പറയാൻ പറ്റുമോ? 4-ാമത്തെയോ 5-ാമത്തെ കല്യാണമാണ്. എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പിന്നെ കല്യാണ പെണ്ണ് എന്ന് തന്നെ പറയണ്ടേ. കുറച്ചു നേരം കൂടിയേ ഉള്ളൂ കല്യാണം കഴിയാനായിട്ട്. ഇപ്പൊ ബാർബർ പറയണത് നിങ്ങൾ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടില്ലേ, ഞാൻ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ അവരുടെ ഡ്രസ്സിന്റെ ബേക്ക് ഭാഗത്ത് ഒരു ഹുക്ക് കൂടെ പിടിപ്പിക്കാനുള്ളൂ. ഈ സമയത്ത് ബാർബറെ കൊണ്ടുവന്ന അവളുടെ ആ ഒരു പെട്ടി ഉണ്ടല്ലോ, ഒരാവശ്യമില്ലാതെ ഈ സ്ത്രീ അത് തുറക്കുകയാണ്. അതൊട്ടും ബാർബർക്ക് ഇഷ്ടമായില്ല. കാരണം എന്താ, അത് അവള് മാത്രമേ തുറക്കാറുള്ളൂ. ഈ നേരത്താണ് ആ വസ്ത്രത്തിന്റെ ബേക്ക് ഭാഗത്തിൽ തുന്നി പിടിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബട്ടൺസ് അത് താഴേക്ക് വീഴുന്നത്. നേരെ പോയിട്ട് ഒരു വിൻഡ് ഹോളിന്റെ അടുത്തേക്കാണ് ആ ബട്ടൺസ് വന്ന് നിൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് അത് അതിന്റെ ഉള്ളിലേക്ക് വീണ് പോയില്ല കേട്ടോ. വീണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും അത് എടുക്കാൻ പറ്റില്ല. ആ ബട്ടൺസ് നഷ്ടമായേനെ. അത് എടുക്കാനായിട്ട് നമ്മുടെ ബാർബറ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അവളുടെ ആ ഒരു പെട്ടി തുറന്ന ദേഷ്യത്തിന്, ഗ്രേസിനോടുള്ള ദേഷ്യത്തിന്, അവൾ മനഃപൂർവ്വം തന്നെ ആ ബട്ടൺസ് അതിന്റെ ഉള്ളിലേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് അറിയാത്തതുപോലെ മാഡം എന്റെ കയ്യിൽ ആകെ ഒരു ബട്ടൺസേ ഉണ്ടായിരുന്നുള്ളൂ, അതാണെങ്കിൽ ഇപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് വീണുപോയി, എന്താ ചെയ്യാ? ഇപ്പൊ ആ സ്ത്രീക്ക് ആകെ ദേഷ്യം വരികയാണ്. നീ എന്തീ പറയുന്നത്? എന്റെ ചെറുക്കൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും, എനിക്ക് കല്യാണം കഴിക്കണം. ഇപ്പൊ ബാർബറ പറഞ്ഞു, മാഡം ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം. എന്റെ ചെറുക്കനെങ്ങാനും വന്നിട്ട് അവൻ എന്തെങ്കിലും മുഷിപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ചില്ലി കാശ് പോലും ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാർബർക്ക് തന്നെ തോന്നുന്നു വേണ്ടായിരുന്നു, ആ ബട്ടൺസ് മനഃപൂർവ്വം അതിന്റെ ഉള്ളിലേക്ക് ഇടണ്ടായിരുന്നു. എന്തായാലും 1/2 മണിക്കൂർ കൊണ്ട് ബട്ടൺസ് എടുത്തിട്ട് വരണം. അവള് കാർ എടുത്ത് നേരെ ഷോപ്പിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്താണ് അവള് വന്ന വഴിയിൽ ഒരു കാര്യം കാണുന്നത്. 2 പയ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മടിച്ച് നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട്. ഈ ഫൈറ്റ് കാരണം 2 പേർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. 2 പേരുടെ ഗണ്ണും അവിടെ ഇവിടെയായിട്ട് തെറിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന്റെ പാക്കറ്റുകൾ പൊട്ടിക്കെടുക്കുകയാണ്. എഴുന്നേൽക്കാൻ കഴിയാതെ ഈ 2 പേരും നമ്മുടെ ബാർബറെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പേടി കാരണം ബാർബറ വണ്ടി നിർത്താതെ അവിടുന്ന് പോവുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് നേരെ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ്. ഈ സമയത്ത് സൈഡ് മിററിലൂടെ ബാർബറ ഒരു കാര്യം കാണുന്നത്. ഒരു പണത്തിന്റെ പെട്ടി. അവൾ പതിയെ അതിലേക്കൊന്ന് നോക്കി, പിന്നെ ഒന്നും നോക്കിയില്ല, ഫോൺ കട്ട് ചെയ്യാണ്. എങ്ങനെയെങ്കിലും ആ പണപ്പെട്ടി എടുക്കണം. കാരണം ഓൾറെഡി ബിസിനസ് ഭയങ്കര മോശമായിട്ടാണ് പോകുന്നത്. എന്നാൽ ഇവന്മാരുടെ അടുത്തേക്ക് ചെന്ന് അത് എടുക്കാൻ അവൾക്ക് ചെറിയൊരു പേടിയുണ്ട്. എങ്ങനെയെങ്കിലും തന്ത്രപൂർവ്വം അവരുടെ കയ്യിൽ നിന്ന് എടുക്കണം. സോ ആ സമയത്ത് പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നുകയാണ്. വേഗം തന്നെ അവളുടെ സൂചിയും നൂലും ഇതെല്ലാം ഇട്ടുവെച്ച് ആ ഒരു പെട്ടി തുറക്കുകയാണ്. 2 സൂചി എടുക്കുന്നുണ്ട്. 2 സൂചിയിലും നന്നായിട്ട് തന്നെ നൂല് കോർത്ത് വണ്ടിയുടെ പല ഭാഗത്തുകൂടെ ഈ നൂലൊരു പ്രത്യേക രീതിയിലെടുത്ത് ആ 2 സൂചി
സൂചിയും നൂലോട് കൂടിയിട്ട് ഇവന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇവരുടെ ഡ്രസ്സിലൂടെ അത് കുത്തിയെടുത്ത് രണ്ടുപേരുടെയും ഗണ്ണ് കുറച്ചപ്പുറത്തേക്ക് തെറിച്ചു കിടക്കുന്നുണ്ടല്ലോ, അതിലും ഈ ഒരു സൂചി വെച്ച് നൂല് ചുറ്റിയെടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും നോക്കിയതിനു ശേഷം അതിലൊരുത്തനെ നീക്കി കൊണ്ടുവന്നിട്ട് നേരെ മറ്റവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടത്തിയിട്ട് അവള് നേരെ പോയിട്ട് കാറിലിരിക്കുകയാണ്. സത്യം പറയാലോ, എന്താണ് അവൾ ഇവിടെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അവൾ ആ കാറുമായിട്ട് പതിയെ മുന്നോട്ടേക്ക് പോകണം. അതേ നേരം തന്നെ ആ ഒരു നൂല് വലിഞ്ഞു വരുന്നുണ്ടല്ലോ. ഈ സമയത്താണ് അവിടെ തെറിച്ചു കിടക്കുന്ന ഗണ്ണുണ്ടല്ലോ, അത് പതിയെ പതിയെ രണ്ടു പേരുടെയും അടുത്തേക്ക് വരുന്നത്. അതായത് ഗണ്ണ് അവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ പദ്ധതി. വിചാരിച്ചതുപോലെ തന്നെ കറക്റ്റ് ഗണ്ണ് ഇവന്മാരുടെ കയ്യിലേക്ക് എത്തി. അവന്മാരെ അപ്പം തന്നെ ഗണ്ണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാണ്. രണ്ടും സ്പോട്ടിൽ ചത്തുപോയി. രണ്ടുപേരും മരിച്ചു എന്ന് കൺഫേം ആക്കിയതിനു ശേഷം വണ്ടിയുമായിട്ട് പതിയെ റിവേഴ്സ് വന്ന് അവൾ ആ ഒരു പണപ്പെട്ടി അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണം. സോ ഇപ്പൊ സേഫ് അല്ലേ? ഈ പണപ്പെട്ടി അവളാണ് എടുത്ത് കൊണ്ടുപോയത് എന്നതിന് തെളിവെന്താ ഉള്ളത്? പൊട്ടനും പോയി മണ്ടനും പോയി, ബോട്ട് കിട്ടി, ഐലസാ എന്നൊക്കെ പാട്ടും പാടി അവളങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ്. അല്ല, എന്റെ സൂചി അത് രണ്ടും എടുത്തായിരുന്നോ? അവള് വേഗം തന്നെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരേ ഒരു സൂചി മാത്രമേ ഇപ്പൊ അവളുടെ കയ്യിലുള്ളൂ. മറ്റേത് അവിടെ തന്നെ കിടക്കുകയാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ സൂചിയുടെ പുറത്ത് അവളുടെ ഷോപ്പിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങാനും പോലീസുകാർ ക്രൈം സീനിലേക്ക് വന്നിട്ട് ആ സൂചി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ അടുത്തേക്ക് വേഗത്തിൽ അവരെത്തും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സൂചി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, അത് അവിടെ നിന്ന് എടുത്തേ മതിയാവുള്ളൂ. നന്നായിട്ട് ടെൻഷൻ അടിച്ച് അവൾ വേഗം സംഭവ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവിടെ എത്തിയ പാട് തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സൂചി മുഴുവനായിട്ടും അവിടെ അരിച്ച് പരിശോധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തന്റെ ദേഹത്ത് അത് കുത്തി നിൽക്കുകയായിരുന്നു. ചെറിയൊരു പ്ലക്കർ ഉപയോഗിച്ച് അത് അവൾ പറിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ സൂചി തെറിച്ചു പോയിട്ട് എവിടെയോ വീഴാണ്. തെറിച്ചു പോയതുകൊണ്ട് തന്നെ എവിടെയാണ് എന്ന് നോക്കാനായിട്ട് അവൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹെൽമെറ്റ് വെച്ച ആ പയ്യനുണ്ടല്ലോ, അവന്റെ പേര് ബെക്ക് എന്നാണ്. അവന്റെ തൊട്ടടുത്ത് ആ ഗണ്ണ് ഇപ്പോഴും ഉണ്ട്. ബുള്ളറ്റ് ദേഹത്ത് കയറിയിട്ടും ആള് മരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഗണ്ണ് എങ്ങനെയൊക്കെയോ പതിയെ എടുത്തിട്ട് നമ്മുടെ ബാർബറയെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്ന അതേ സമയത്ത് തന്നെ ബാർബറ അത് കണ്ടു. അവൾ ഓടി വന്ന് ആ ഒരു ഗണ്ണെടുത്ത് അതുപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അതുകൊണ്ട് എന്താക്കി, ഓൾറെഡി തൊട്ടപ്പുറത്ത് ഒരുതൻ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ, അവന്റെ പേര് ജോഷോ എന്നാണ്. ഈ ജോഷോന്റെ ബോഡി എടുത്ത് ആ കാട്ടിലേക്ക് ഇട്ട് അവന്റെ ഗണ്ണും ആ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ്, അതുപോലെ തന്നെ ആ മയക്കുമരുന്നിന്റെ പൊടി അവിടെ ഉണ്ടായിരുന്നില്ലേ, ഇതെല്ലാം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു ഗണ്ണ് അവൾ എടുക്കുകയാണ്. മാത്രമല്ല കുറച്ച് ജീവനുള്ള ഒരുത്തനുണ്ടല്ലോ ബെക്ക്, അവനെ നേരെ കാറിൽ കൊണ്ടിട്ടിരുത്തുകയാണ്. പിന്നീട് നേരെ അവളുടെ ഷോപ്പിലേക്കും പോവാണ്. പക്ഷെ അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആ സൂചി എടുക്കാനല്ലേ. സത്യം പറഞ്ഞാൽ സൂചി കിട്ടിയില്ല. അതിപ്പോഴും ആ റോഡിന്റെ ഒരു ഭാഗത്തിൽ അങ്ങനെ കുത്തിത്തറച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കടയുടെ അടുത്തേക്ക് എത്തിയ നമ്മുടെ ബാർബറ ഒരു വിധത്തിൽ ഈ ബെക്കിന്റെ ബോഡി എന്ന് പറയാൻ ആള് മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും അവന് കഴിയില്ല. എന്തായാലും അവന്റെ ശരീരം നേരെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് അവൾ കൊണ്ടുവരുന്നുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തുനിന്നും രക്തം പതിയെ വലിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതെല്ലാം വേഗം ക്ലീൻ ചെയ്ത് എങ്ങനെങ്കിലും ഇവന്റെ ബോഡി ഒന്നൊന്ന് മേലേക്ക് കൊണ്ടുപോകണമല്ലോ. എന്തായാലും ബാർബറയെ കൊണ്ട് അത് ഒറ്റയ്ക്ക് നടക്കില്ല. എന്നാൽ അവളുടെ കയ്യിൽ നല്ലൊരു സ്കില്ലുണ്ടല്ലോ, നൂല്. ആ നൂല് വെച്ച് അവൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. കുറച്ചുകൂടെ നല്ല ഉറപ്പുള്ള കുറച്ച് നൂലിന്റെ കളക്ഷൻ എടുത്ത് അവന്റെ ദേഹത്ത് പല രീതിയിലും അത് ചുറ്റിക്കെട്ടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് റോപ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നേരെ വീടിന്റെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് കണക്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു നൂല് അതൊരു റോപ്പ് പോലെ ആക്കി അവൾ അവന്റെ ബോഡി മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതേ സമയത്താണ് ഷോപ്പിന് പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അപ്പൊ തന്നെ ബെക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉറക്കനെ കരയുന്നുണ്ട്. ഇതേ നേരം അവന്റെ വായിലേക്ക് 1 മീറ്റർ നീളമുള്ള ഒരു തുണി തിരികെ കൊടുത്തിട്ട് ബാർബറ നേരെ താഴേക്ക് പോവാണ്. പോയി നോക്കുമ്പോൾ ആരാണ്? മറ്റേ ആ ലേഡി ഉണ്ടല്ലോ, ആ കല്യാണ പെണ്ണ് ഗ്രേസ്. അവര് തന്നെ. അവര് വന്നപാട് ചൂടാവണം. നീ എത്ര നേരമായി വീട്ടിൽ നിന്ന് വന്നിട്ട്? എന്റെ ചെറുക്കൻ ഇപ്പൊ വരും, നീ എങ്ങനെയെങ്കിലും ഒരു ബട്ടൺസ് എടുത്ത് ഇതൊന്ന് തുന്നി പിടിപ്പിച്ചു തന്നേന്ന് പറയണം. ശല്യം ഒഴിവാക്കാനായിട്ട് വേഗം തന്നെ ഒരു ബട്ടൺസ് എടുത്ത് അവരുടെ പിന്നിൽ അത് തുന്നി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം മാത്രമാണ് കേട്ടോ കാശ് കൊടുത്തത്. പിന്നീട് ബാർബറ നേരെ ബെക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവന്റെ വായിൽ കുത്തിക്കയറ്റി കൊടുത്ത ആ ഒരു തുണി അത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ബെക്ക് പറയാണ്, പൊന്നു മോളെ, നിന്റെയും എന്റെയും ജീവൻ ആപത്തിലാണ്. ഉറപ്പായിട്ടും അയാള് എന്നെ തേടി വരും, എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും. അപ്പൊ ആരാണ് അയാൾ എന്ന് ചോദിച്ചപ്പോ നേരത്തെ മരിച്ചില്ല ഒരു ചെറുക്കൻ ജോഷുവ. അവന്റെ അച്ഛൻ ഒരു ഡ്രഗ് ഡീലറാണ്, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് ഹാറ്റ്സൺ. അയാൾ വന്ന് ഉറപ്പായിട്ടും നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. ഇതേ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അവളാകെ ഞെട്ടിപ്പോയി. പതിയെ താഴോട്ട് ചെന്ന് ഡോറ് തുറന്ന സമയത്ത് അവളുടെ പരിചയക്കാരനായിട്ടുള്ള ഒരു അപ്പാപ്പനായിരുന്നു, പേര് ഓസ്കാർ. മൂപ്പരുടെ കയ്യിൽ ഒരു പഴയ ബെഡ്ഷീറ്റ് ഉണ്ട്. ഇതുമായിട്ട് കടയുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ബാർബറയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇതെന്റെ ഭാര്യയുടെ പഴയ ബെഡ്ഷീറ്റാണ്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തുന്നി തരണം എന്ന് പറയണം. ഇപ്പൊ ഓസ്കാറിനെ നോക്കിയിട്ട് ബാർബർ പറയണം, എന്റെ പൊന്ന അപ്പാപ്പ, ഈ സമയത്ത് നിങ്ങളൊന്നും ഇവിടെ നിൽക്കാതെ പോയിക്കേ. കൊടുങ്കാറ്റിൽ ആന പോയപ്പോഴാണ് അപ്പൂപ്പന്റെ കോണകം പോയ കഥ. ഒന്ന് പോയടെ അവിടുന്ന് അയാളെ തൽക്കാലം ഇപ്പൊ പുറത്തേക്കാക്കുകയാണ്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആദ്യമൊന്നും അവൾക്കൊരു ഐഡിയ കിട്ടിയില്ല. എന്തായാലും ആ മരിച്ച ചെറുക്കന്റെ, അതായത് ജോഷയുടെ അച്ഛൻ ഹാറ്റ്സൺ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അതിന്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ
ചെയ്തേ മതിയാവുള്ളൂ. കുറച്ചേരം ആലോചിച്ചിട്ട് ബാർബർ എന്ത് ചെയ്തു, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവന്റെ ദേഹത്ത് ഒരുപാട് കട്ടിയുള്ള നൂലുകൾ ചുറ്റി വെക്കുന്നുണ്ട്. ഇത് കണ്ട് പാവം ബെക്ക് ആകെ പേടിച്ചു പോകുന്നുണ്ട്. അവനിങ്ങനെ ചോദിക്കുകയാണ്, ഇത്രയും നൂല് എന്റെ മേത്ത് ചുറ്റാൻ ഞാനെന്താ വല്ല പട്ടുനൂൽപ്പുഴുവോ? പക്ഷേ ഇതൊന്നും കേൾക്കാതെ അവന്റെ ദേഹത്ത് എന്തൊക്കെയോ രീതിയിൽ അവള് നൂല് ചുറ്റി ഈ സ്റ്റെയർ കേസിന്റെ സൈഡിലൂടെ ആ നൂല് കൊണ്ടുപോയി. മാത്രമല്ല അവളുടെ ഷോപ്പിന്റെ ആ ഒരു ഡോർ ഉണ്ടല്ലോ, ആ ഭാഗത്തും കുറേ അധികം നൂലുകൾ ചുറ്റി വെച്ച് പിന്നെ ഒരു ഗണ്ണ് അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ, അതിലും നൂല് വെച്ച് ചില പണികളൊക്കെ ചെയ്തിട്ട് ആ പണത്തിന്റെ പെട്ടിയെടുത്ത് അവൾ റൂമിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് ബെക്ക് പറഞ്ഞ ആ ആള് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഹഡ്സൺ, ആ ഡ്രഗ് ഡീലർ തന്നെ, മരിച്ചുപോയ ജോഷുയുടെ അച്ഛൻ. അയാൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ആ സംഭവ സ്ഥലത്ത് വെച്ച് മിസ്സായി പോയ ബാർബറയുടെ ആ ഒരു തുന്നുന്ന സൂചി ഉണ്ടല്ലോ, അതിലെ ആ ഒരു പേര് വെച്ച് തന്നെയാണ് അയാൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അയാൾ കടയുടെ അടുത്തേക്ക് വന്ന സമയത്ത് തന്നെ അവളുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. എന്നാലും ശബ്ദം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കുകയാണ്. അയാൾ ഇപ്പൊ പതിയെ വാതിൽ തുറന്നു. ഇതേ നേരം മുകളിലുണ്ടായിരുന്ന ബെക്ക് അവന്റെ ദേഹത്ത് ആ ഒരു നൂല് മുഴുവനെ ടൈറ്റ് ആയിട്ട് ആ സ്റ്റെയറിലൂടെ ഉരുണ്ട് താഴേക്ക് വീഴാണ്. അതേ നേരം തന്നെ മുകളിൽ അവൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഗണ്ണ് അതും താഴേക്ക് വീണ് കറക്റ്റ് ഇവന്റെ കൈയുടെ ഭാഗത്തേക്ക് തന്നെ വന്ന് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വന്ന ഈ ഹാറ്റ്സിന്റെ കൈകളുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന നൂലിൽ കുരുങ്ങിയിട്ട് അത് നേരെ മുകളിലേക്കും പോവാണ്. അതായത് ഈ വരുന്ന ഹാർട്സിനെ ഈ ബെക്കിനെ കൊല്ലാനായിട്ടുള്ള നല്ല സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ബാർബറ. പക്ഷേ ഗണ്ണ് എടുത്ത പാട് തന്നെ നമ്മുടെ ബെക്ക് ഷൂട്ട് ചെയ്തു ആരെ, ഈ ഹാറ്റ്സനെ. പക്ഷെ സംഗതി നന്നായിട്ട് പാളി. എന്താണെന്നല്ലേ, ആ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു. അപ്പോഴേക്കും ഹാറ്റ്സൺ കയ്യിൽ ആ ഒരു നൂലെല്ലാം പൊട്ടിച്ച് അയാളുടെ ഗണ്ണ് കൊണ്ട് ഇപ്പൊ ബെക്കിനെ വെടി വെച്ച് കൊന്നുകളയാണ്. മുകളിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ ബാർബറയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, പണി പാളിയെന്ന്. ഇനിയിപ്പോ ഒരു രക്ഷയില്ല, അയാളുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെടണം. അതുകൊണ്ട് അവൾ എന്താക്കി, ആ പണത്തിന്റെ പെട്ടിയെടുത്ത് ഷോപ്പിന്റെ പിന്നിലൂടെ ബേക്കിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അവിടെ ഒരു കാടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഓടി കയറി. അവളെ കണ്ട ഹാഡ്സൺ അവളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അവളുടെ കാലിലേക്ക് തന്നെ ഹാഡ്സൺ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഓടാൻ കഴിഞ്ഞില്ല, അവൾ അവിടെ വീണു പോവാണ്. അധികം വൈകാതെ അവളുടെ അടുത്തേക്ക് ഹാഡ്സൺ വന്നു. അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന നൂല് ഉപയോഗിച്ച് അത് നല്ല കട്ടിയിലാക്കിയിട്ട് അവളുടെ കഴുത്തിൽ കുരുക്കി അമർത്തി വലിച്ച് അവളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ്. അല്ല കഥാനായകി ബാർബറ അവൾ ഇപ്പൊ തന്നെ മരിച്ചാലോ? അവിടെ നിൽക്ക്, കഥയുടെ ബാക്കി കേക്ക് നിങ്ങള്. ഇപ്പൊ അവള് മരിച്ചു എന്ന് ഉറപ്പായപ്പോ ഇയാൾ എന്താക്കി, ആ പണത്തിന്റെ പെട്ടി തുറക്കുകയാണ്. നോക്കുമ്പോൾ ഒരുപാട് പണം അതിലുണ്ടായിരുന്നു. അയാൾ വേഗം പണത്തിന്റെ ഓരോ കെട്ടെടുത്ത് അയാളുടെ സഞ്ചിയിലേക്ക് ഇടുകയാണ്. എന്നാൽ അവസാനത്തെ ആ ഒരു നോട്ട് എടുക്കാൻ നേരത്ത് അതിന്റെ അടിയിൽ ആ ഒരു ബോംബ് ഇയാൾ കണ്ടു. വേഗം തന്നെ ആ പണത്തിന്റെ കെട്ട് മാത്രം അവിടെ ഇട്ട് ബാക്കിയുള്ള പണവുമായിട്ട് ഈ ഹാറ്റ്സൺ ഇവിടുന്ന് പോവാണ്. ഇപ്പൊ മരിച്ചു കിടക്കുന്ന ബാർബറയെ കാണിക്കുന്നുണ്ട്. അവളുടെ വോയിസിലൂടെ ഒരു കാര്യം നമ്മളെ കേൾപ്പിച്ചു തരികയാണ്. ഞാൻ എടുത്ത എന്റെ തീരുമാനം അത് വളരെയധികം തെറ്റായിപ്പോയി, അബദ്ധമായി പോയി, ഞാൻ തോറ്റുപോയി. എന്റെ ആദ്യത്തെ തീരുമാനം തെറ്റാണെങ്കിൽ രണ്ടാമത്തെ തീരുമാനം അതൊരിക്കലും തെറ്റാൻ പോകുന്നില്ല. ഇത് പറഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് കല്യാണ പെണ്ണായിട്ടുള്ള ഗ്രേസിന്റെ വീട്ടിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ ബാർബറയെ കാണിച്ചുകൊണ്ടാണ്. അതായത് അവരുടെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കാനുള്ള ആ ബട്ടൺസ് എടുക്കാനായിട്ട് വളരെ വേഗത്തിൽ ബാർബറ നേരെ ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ സെയിം സംഭവം അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കാണാം. രണ്ട് പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഒരുത്തിനും പോലും എഴുന്നേൽക്കാൻ കഴിയാതെ നിലത്ത് കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെയായിട്ട് പൊട്ടിക്കിടക്കുന്ന ഡ്രഗ്സിന്റെ പാക്കറ്റുകളുണ്ട്. രണ്ട് ഗണ്ണും അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ ബാർബറ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയണം. അധികം വൈകാതെ ഒരു ലേഡി പോലീസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വല്ലാത്തൊരു പോലീസ് തന്നെ, വയസ്സായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ലേഡി പോലീസ് വന്നതിന് ശേഷം ആ ക്രൈം സീൻ മുഴുവനായിട്ട് നോക്കുകയാണ്. അവർക്ക് ചെറിയൊരു സംശയം, ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണമെങ്കിൽ മിക്കവാറും അത് പണത്തിന് വേണ്ടിയായിരിക്കും. പക്ഷെ ആ പണത്തിന്റെ പെട്ടി അത് കാണാനില്ലല്ലോ. അപ്പൊ ചെറിയൊരു സംശയം തോന്നിയ ഈ ലേഡി പോലീസ് നേരെ വന്നിട്ട് നമ്മുടെ ബാർബറയോട് ചോദിക്കാണ്, അല്ല ഇവിടുന്ന് എവിടെന്നെങ്കിലും പണത്തിന്റെ പെട്ടി നിനക്ക് കിട്ടിയായിരുന്നു? ഇപ്പൊ ബാർബറ പറയണേ, ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. സംഭവം കണ്ടപാട് തന്നെ ഞാൻ മേഡത്തിനോട് വിളിച്ചു പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, ഞാൻ എന്തായാലും നിന്റെ കാർ ഒന്ന് പരിശോധിക്കുന്നുണ്ടേന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിന്റെ ഡിക്കി തുറക്കാണ്. തുറന്ന പാടന്നെ താ കിടക്കുന്ന പൈസയുടെ ആ ഒരു പെട്ടി. അപ്പൊ തന്നെ പോലീസുകാരി നമ്മുടെ ബാർബറയെ ഒരു നോട്ട് നോക്കുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, ക്രൈം സീനിൽ നിന്നും എങ്ങനെയാണ് അവിടുത്തെ ഒരു സാധനം എടുക്കാനുള്ള ധൈര്യം നിനക്ക് കിട്ടിയത്? അതുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ നിന്നെയും അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇവര് 3 പേരുടെയും കയ്യിൽ വിലങ്ങ് വെച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടുത്തെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് റൂമിന്റെ 3 ഭാഗത്തായിട്ട് 3 പേരെയും ലോക്ക് ചെയ്തിടുകയാണ്. അതിനിടയിൽ ഈ ലേഡി പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാടാ, എന്തിനാടാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാവാൻ നോക്കിയത്? ഇപ്പൊ ആ ഹെൽമെറ്റ് ഇട്ട ആളുണ്ടല്ലോ ബെക്ക്, അവനൊന്നും പറയുന്നില്ല. എന്നാൽ ആ മറ്റേ പയ്യൻ ജോഷോ എല്ലാ കാര്യങ്ങളും പറയാണ്. ഞാനൊരു ഡ്രഗ് ഡീലറുടെ മകനാണ്. എന്റെ അച്ഛൻ തന്ന ഒരു പാക്കറ്റ് ഡ്രഗ്സുമായിട്ട് ഞാൻ ഒരാളുടെ അടുത്തേക്ക് ചെന്നാണ്. എന്നാൽ ആ ഡീല് നല്ല രീതിയിൽ നടന്നില്ല, ആകെ പ്രശ്നമായി. ഉറപ്പായിട്ടും എന്റെ അച്ഛൻ എന്നെ തേടി ഇങ്ങോട്ടേക്ക് വരും, എന്നെയും കൊല്ലും നിങ്ങളെയും കൊല്ലും. ഇത് കേട്ടപ്പോൾ ആ ലേഡി പോലീസ് നല്ല മാസായിട്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആര് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എന്നെയും താണ്ടി ഇവിടെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആരെ പറയുന്നേ? എന്തായാലും ഇപ്പൊ ലേഡി പോലീസ് പറയാണ്, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു കല്യാണം കൂടണം, അപ്പൊ അത് കൂടിക്കഴിഞ്ഞ് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അവർ ആ റൂമിലിട്ട് പൂട്ടി ഇവര് നേരെ റൂമിന്റെ പുറത്തേക്ക് പോകണം. എന്നാൽ വിലങ്ങിന്റെ ചാവി അവിടുത്തെ ആ ഒരു ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാര് കാണാണ്? ബാർബറ കാണാണ്. എങ്ങനെങ്കിലും അതെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിലങ്ങഴിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാലോ. പക്ഷെ അവൾക്ക് ഒറ്റയടിക്ക് അത് എടുക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ബെക്കിന്റെ സഹായം ചോദിക്കുകയാണ്. ബെക്ക് വേഗം തന്നെ അവന്റെ ബെൽറ്റ്
പോരുകയാണ്. എന്നിട്ട് നേരെ ആ ചാവിയുള്ള ഭാഗത്തേക്ക് അവന്റെ ബെൽറ്റിന്റെ ആ ഒരു ബക്കിൾ ഇടുന്നുണ്ട്. ഇതേ നേരം തന്നെ ബാർബറ അവളുടെ ആ ഒരു കിറ്റ് ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു സൂചിയും നൂലെടുക്കുകയാണ്. എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് കോർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പേപ്പർ എടുക്കുകയാണ്. ആ പേപ്പറിന്റെ ഉള്ളിൽ ഈ സൂചി വെച്ച് ഒരു ഐസ്ക്രീം കോൺ പോലെ ആക്കുകയാണ്. എന്നിട്ട് പേപ്പർ കൊണ്ട് ഒരു കുഴലുണ്ടാക്കി അതിനുള്ളിൽ ഇത് വെച്ച് ഒറ്റ യൂത്താണ്. അപ്പൊ ഈ ചാവിയുടെ ആ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ അതിലൂടെ സൂചി ആ ബെൽറ്റിലേക്ക് കയറിയിട്ട് ഇതങ്ങനെ ലോക്കായി കിടക്കണം. ഇനി നൂല് വലിച്ചാൽ ചാവി ഇവരുടെ കയ്യിൽ കിട്ടും. ഇതേ സമയത്ത് തന്നെ ഒരു കല്യാണം കൂടാൻ വേണ്ടി ഞാൻ പോവാന്ന് പറഞ്ഞ ലേഡി പോലീസ് ആ കല്യാണം കൂടുകയാണ്. ആ കല്യാണ പെണ്ണ് മറ്റാരുമല്ല നമ്മുടെ ഗ്രേസ് തന്നെയാണ്. എന്നാൽ പാവം ഗ്രേസിന്റെ പിന്നിലുള്ള ആ ഒരു ബട്ടൺസ് വെച്ചു കൊടുക്കാനായിട്ട് ബാർബറ വന്നിട്ടില്ലല്ലോ. അവർ തൽക്കാലം ഒരു പിന്ന് വെച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അതാണെങ്കിൽ ഊരി പോയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഷോൾഡറിൽ കുത്തുന്നുണ്ട്. ആകെ കൂടി ചോര ഒലിക്കുന്നുണ്ട് അവിടുന്ന്. വേദന സഹിച്ചുകൊണ്ടാണ് ചെറുക്കന്റെ മുന്നിൽ അവരങ്ങനെ നിൽക്കുന്നത്. നല്ലൊരു ദിവസം കൊള്ളായി തോന്നുന്നില്ലേ. എന്തായാലും ദേഷ്യം വന്ന് അവർ ഓരോന്ന് പെറുവിറുക്കാൻ തുടങ്ങി. ഇതേ നേരം തന്നെ നമ്മുടെ ലേഡി പോലീസ് പറയണം, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഒരു ബട്ടൺസ് തുന്നി പിടിപ്പിക്കണം. ഞാനൊരു ടൈലറിനെ ഇപ്പൊ കുറച്ചു നേരത്തെ മുന്നേ അറസ്റ്റ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ഞാൻ എന്തായാലും അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാന്ന് പറയണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ചാവി എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മുടെ ബാർബറ. ഏകദേശം ആ ഒരു നൂല് വലിക്കാൻ നിൽക്കുമ്പോഴാണ് വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ലേഡി പോലീസ് വരുന്നത്. വേഗം തന്നെ അവൻ ബെൽറ്റും മാറ്റുന്നുണ്ട്. ബാർബറ ആ ഒരു സൂചി നൂലും മാറ്റുകയാണ്. റൂമിലേക്ക് വന്ന പാട് തന്നെ ലേഡി പോലീസ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വിലം കഴിച്ച് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, ഒരു കാര്യം ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കല്യാണം നടക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അതായത് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഹാളാണ്. എന്നാൽ ലേഡി പോലീസ് കൊണ്ടുവന്ന ടൈലർ ആളെ കണ്ട് നമ്മുടെ ഈ ഒരു ഗ്രേസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവള് കാരണമാണ് ഇതൊക്കെ നടന്നത്. ഇപ്പൊ ലേഡി പോലീസ് പറയാണ്, നിന്റെ പ്രാന്ത് ഒന്ന് നിർത്ത്. ഇപ്പൊ വേണ്ടത് ഒരു ബട്ടൺസ് അല്ലേ, അത് അവള് തുന്നി പിടിപ്പിച്ചിരുന്നു പറയാണ്. അങ്ങനെ ഇപ്പോ അതിന്റെ പിൻഭാഗത്തൊരു ബട്ടൺസ് നമ്മുടെ ബാർബറ തുന്നി വെച്ച് കൊടുക്കുകയാണ്. ഇതിനുശേഷം ലേഡി പോലീസ് അവളെ അതേ റൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ വിലം കിട്ട് പൂട്ടുന്നുണ്ട്. പിന്നീട് നേരത്തെ വെച്ചതുപോലെ ആ ഒരു ടേബിളിൽ ചാവി വെക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹുക്കിൽ കൊണ്ടുപോയിട്ട് അത് കൊളത്തിടുന്നുണ്ട്. മൂന്ന് പേരും ഇവിടെ അടങ്ങിയിരുന്നോളെന്ന് പറഞ്ഞിട്ട് വീണ്ടും കല്യാണം കൂടാൻ വേണ്ടി ലേഡി പോലീസ് പോവാണ്. ഇതേ നേരം തന്നെ ബാർബറയും നമ്മുടെ ബെക്കും കൂടെ എങ്ങനെയെങ്കിലും ആ ഒരു ചാവി എടുക്കണം, അതിനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബാർബർ പറയുന്നുണ്ട്, ബെക്കെ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ആ ഒരു കാശ് അത് പപ്പാതിയാക്കാന്ന് പറയണം. ബെക്കും ആ ഒരു ഡീലിന് ഓക്കെ പറയുന്നുണ്ട്. ബെക്ക് അവന്റെ ആ ഒരു ബെൽറ്റ് ഊരിയിട്ട് നേരെ ആ ഒരു ഹുക്കിന്റെ അടുത്തേക്ക് അത് വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നേരത്തെ ബാർബർ ചെയ്തതുപോലെ ആ സൂചി നൂല് നേരെ ആ ബെൽറ്റിലേക്ക് ഊതി തെറിപ്പിച്ച് അവിടെ കുത്തി നിർത്തുന്നുണ്ട്. പിന്നീട് ആ ഒരു നൂല് അവള് വലിച്ച സമയത്ത് ചാവി നേരെ താഴേക്ക് വീഴുകയാണ്. ഒന്ന് വലിച്ച സമയത്ത് ചാവി വേഗം നമ്മുടെ ബെക്കിന് കിട്ടുകയാണ് കേട്ടോ. എന്നാൽ അവൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചു. ചാവി ഉപയോഗിച്ച് അവന്റെ വിലങ്ങ് മാത്രം അഴിച്ച് ആ പണത്തിന്റെ പെട്ടിയുമായിട്ട് ആ റൂമിൽ നിന്നും പതിയെ എഴഞ്ഞെഴഞ്ഞ് രക്ഷപ്പെടുകയാണ്. എഴുന്നേറ്റ് നടക്കാനുള്ള ആവത് പോലും ഇല്ല കേട്ടോ. ഇത് കണ്ട് ദേഷ്യം വന്ന ബാർബറ അവനെ കുറെ നേരം വിളിച്ചെങ്കിലും അവൻ നിന്നില്ല. അവൻ രക്ഷപ്പെട്ടു പോയി. ആകെ പ്രാന്തായി ടെൻഷനായിട്ട് അവളിങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, എങ്ങനെയെങ്കിലും ആ ഒരു ചാവി എടുക്കണം. അവളിപ്പോ ചുമരിൽ പറ്റിച്ചു വെച്ച ഒരു വയറുണ്ടായിരുന്നു. ആ വയറ് വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ച് ആ ചാവി എടുക്കാൻ നോക്കുമ്പോൾ അപ്പോഴും കിട്ടുന്നില്ല. ഇവളുടെ ഒരു പരിശ്രമം എല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജോഷു പറയണത്, നീ ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. കുറച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ എന്നെ തേടി ഇങ്ങോട്ടേക്ക് വരും, എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും. ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ ആ ബെക്ക്, അവനെയും കൊല്ലും. അതുകൊണ്ട് ഓവറായിട്ട് റിസ്ക് എടുക്കണ്ട, അവിടെ തന്നെ അങ്ങനെ ഇരുന്നു എന്ന് പറയണം. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ബാർബറ ആ വയറ് വെച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവൾ ചുറ്റും നോക്കിയ സമയത്ത് നിലത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലഗ് കാണുന്നുണ്ട്. അവള് വേഗം സൂചി നൂലെടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സൂചി നൂലെടുക്കുന്നുണ്ട്, ഒരു പേപ്പറിൽ വെക്കുന്നുണ്ട്. വേറൊരു പേപ്പർ എടുത്ത് ഇത് കുഴല് പോലെ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഈ ചെറിയ പേപ്പർ വെച്ച് അങ്ങോട്ടേക്ക് ഊതി തെറിപ്പിക്കുകയാണ്. അവിടെ പോയി തങ്ങി നിന്ന നൂലിന്റെ ഒരു ഭാഗത്ത് ഈ വയറ് ഘടിപ്പിച്ച് നൂല് പതിയെ പതിയെ ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ വയറ് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ജോഷിയുടെ അച്ഛൻ ഹാഡ്സൺ വന്നിട്ടുണ്ട്. ഇയാൾ ഗണ്ണുമായിട്ട് നേരെ പോകുന്നത് കല്യാണം നടക്കുന്ന ആ റൂമിലേക്കാണ്. അവിടെ എത്തിയ വാർഡിനെ ലേഡി പോലീസിന്റെ കാല് നോക്കി ഒരൊറ്റ വെടിയാണ്. വെടികൊണ്ട വാർഡ് തന്നെ അവര് നിലത്ത് വീണ് പോകുന്നുണ്ട്. ഇതേ നേരം കല്യാണ പെണ്ണും ചെറുക്കനാണെങ്കിൽ അപ്പൊ തന്നെ പേടിച്ച് നിലത്തും കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നേരത്തെ നമ്മുടെ ലേഡി പോലീസ് പറഞ്ഞ ആ ഒരു ഡയലോഗ്, ഇനി പാര് വന്നാലും എന്നെ മറികടന്ന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. നല്ല പോലീസാ. എന്തായാലും ഇതിനു ശേഷം ഇപ്പൊ ഹാഡ്സൺ പോകുന്നത് നേരെ അപ്പുറത്തെ റൂമിലേക്കാണ്. അവിടെ ഇപ്പൊ വിലങ്ങിട്ട രീതിയിൽ അവന്റെ മകനുണ്ട്, പിന്നെ നമ്മുടെ ബാർബറയുണ്ട്. ഇപ്പൊ നേരെ മകനായിട്ടുള്ള ജോഷിയുടെ അടുത്തേക്ക് വന്നിട്ട്, ഈ ഡീല് കൊളമാകാൻ കാരണം തന്നെ നീയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനുള്ളത് ഞാൻ നിനക്ക് തരും. അതുപോലെ തന്നെ ഏതാണ് ഈ പെണ്ണ്, സംഭവം കൊളാകാൻ ഇവളൊരു കാരണക്കാരിയാണോ, ഇവൾ ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പാണെങ്കിലും അല്ലെങ്കിലും ഇവൾ ഇനി ജീവനോട് വേണ്ടെന്ന് പറഞ്ഞിട്ട് 2 ഗണ്ണും വെച്ച് അവള് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ലേഡി പോലീസ് വെടികൊണ്ട കാലുമായിട്ട് എഴഞ്ഞെഴഞ്ഞ് ഈ റൂമിലേക്ക് വരുന്നത്. ഇപ്പൊ ആ ലേഡി പോലീസിനെ കണ്ട വാർഡ് തന്നെ നമ്മുടെ ബാർബർ ഒരു കാര്യം പറയാണ്, അങ്ങോട്ടേക്ക് വെച്ചിരിക്കുന്ന ആ 2 വയറുണ്ടല്ലോ അത് നേരെ ആ ഒരു പ്ലഗിലേക്ക് കുത്തുന്ന് പറയാണ്. എന്തായാലും അത് മനസ്സിലായ ലേഡി പോലീസ് അതുപോലെ തന്നെ ചെയ്യാണ്. അവിടെ ആ ഒരു പ്ലഗിലേക്ക്
ഈ വയറ് കുത്തിയ പാട് തന്നെ നമ്മുടെ ബാർബർ എന്താക്കി വയറിന്റെ മറ്റേ ഭാഗം അവളുടെ കയ്യിലാണല്ലോ, അത് നേരെ ഈ ഗണ്ണിന്റെ തുമ്പിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഗണ്ണ് ഇരുമ്പാണല്ലോ. അതിലൂടെ ഈ ഒരു ഹഡ്സന്റെ ദേഹത്തേക്ക് നന്നായിട്ട് ഷോക്ക് കയറുന്നുണ്ട്. ഇയാൾ തെറിച്ചു പോയി വീഴാണ്. ഇതിനിടയിൽ ഇയാളുടെ ഗണ്ണ് അറിയാതെ പൊട്ടുന്നുണ്ട്. എന്തായാലും തെറിച്ചു വീണ് ബോധം പോയ ഹാഡ്സനെ നമ്മുടെ ലേഡി പോലീസ് വന്ന് കെട്ടിയിടുന്നുണ്ട് കേട്ടോ. എന്തായാലും പോലീസുകാർക്ക് അയാളെ പിടിക്കാൻ പറ്റി. പക്ഷേ ഇയാളെ പിടിക്കാൻ സഹായിച്ച നമ്മുടെ ബാർബറയുടെ ദേഹത്തേക്ക് ഒരു 4-5 ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാർബറ കാഞ്ഞുപോയി. അങ്ങനെ മരിച്ചു കിടക്കുന്ന ബാർബറയെ നോക്കി അവള് തന്നെ പറയാണ്, എന്റെ 2ാമത്തെ തീരുമാനവും തെറ്റായിപ്പോയി, പക്ഷേ എന്റെ 3ാമത്തെ തീരുമാനം അത് മാത്രം തെറ്റാൻ പോകുന്നില്ല. അതായത് സെയിം കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ബട്ടൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേസിന്റെ വീട്ടിൽ നിന്നും അവൾ വേഗം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാറുമായിട്ട് പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിയിൽ ഇവന്മാര് രണ്ടുപേരും അടിച്ച് തൂഫാനായിട്ട് ഒരു ഭാഗത്ത് കിടക്കുന്നത് കാണുന്നുണ്ട്. അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൾ നേരെ കടയിലേക്ക് പോവാണ്. എന്നാൽ കടയിലേക്ക് എത്തിയ സമയത്ത് അവൾക്കൊരു തോട്ട് വരികയാണ്. അല്ല, എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, കടയാണെങ്കിൽ ഒരു മെച്ചവും ഇല്ല. ഒരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് പോലീസുകാരെയും വിളിച്ചു പറയേണ്ട, അതുപോലെ തന്നെ അവന്മാരി ഒന്നും ചെയ്യേണ്ട, ആ പണത്തിന്റെ പെട്ടി മാത്രം എടുത്ത് വന്നാലോ. അങ്ങനെ അതും പ്ലാൻ ചെയ്ത് അവള് നേരെ സംഭവ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നുണ്ടാ ജോഷിയുടെ അച്ഛനായിട്ട് ഹാഡ്സൺ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ബെക്കിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. ആ കാര്യം ബാർബറ നേരിട്ട് കണ്ടു. അവളാകെ ഞെട്ടി പേടിച്ചു പോയി എന്ന് പറയാലോ. ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ തിരിച്ച് കുറച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു ചെറിയ റെസ്റ്റോറന്റ് കണ്ടു. അവിടെ വണ്ടി എടുത്ത് അവൾ ആ ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. നല്ല പേടിയുണ്ട്, എന്നാലും അതിന്റെ ഒരു മൂലക്ക് പോയിട്ട് അവൾ അങ്ങനെ അടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹാഡ്സൺ അവളുടെ ആ ഒരു കാറ് കണ്ടുപിടിച്ച് ഇതേ റെസ്റ്റോറന്റിലേക്ക് തന്നെ വരുന്നുണ്ട്. കൂടെ തന്നെ പരിക്ക് പറ്റി ഇയാളുടെ മകനായിട്ടുള്ള ജോഷുണ്ട്. ഇയാൾ നേരെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് വന്നപാട് തന്നെ അതിന്റെ ഒരു ഭാഗത്തിരിക്കുന്ന ബാർബറയെ കാണുന്നുണ്ട്. നേരെ അവളുടെ അടുത്തേക്ക് പോയിട്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു ചെയറിൽ ജോഷു ഇരുത്തുന്നുണ്ട്. ഇതിനുശേഷം ബാർബറയോട് ഇയാൾ ചോദിക്കുകയാണ്, അല്ല നീ ഇനിയിപ്പോ എങ്ങനെ രക്ഷപ്പെട്ടു പോയാലും നിന്റെ വണ്ടി അത് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. കൊള്ളാം, ഒളിച്ചിരിക്കാനായിട്ട് സെലക്ട് ചെയ്തത് നല്ല സ്ഥലം തന്നെ. അതുപോലെ നിന്റെ കാറിന്റെ പുറകില് നീ ഒരു ടൈലർ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും അത് നന്നായി കേട്ടോ, കാരണം എന്റെ മകന്റെ വയറ്റിൽ വലിയൊരു മുറിവായിട്ടുണ്ട്. അവനെയും തൂക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞാൽ അത് ഈ സമയത്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നീ എന്തായാലും അവനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ മുറിയൊക്കെ ഒന്ന് തുന്നി കിട്ടുമെന്ന് പറയണം. അങ്ങനെ ബാർബർ ഇപ്പോൾ ജോഷി എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് അവന്റെ മുറിയെല്ലാം തുണി തുന്നുന്നത് പോലെ തുന്നി വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഈ സമയത്താണ് കടയുടെ പുറത്തുണ്ടായിരുന്ന ബാർബറയുടെ ആ കാറ് കണ്ടിട്ട് നമ്മുടെ ആ അപ്പാബനുണ്ടല്ലോ ഓസ്കാർ, മൂപ്പരുടെ ആ ഒരു പഴയ ബെഡ്ഷീറ്റുമായിട്ട് നേരെ കടയുടെ ഉള്ളിലേക്ക് വരികയാണ്. വന്നപാട് തന്നെ ഇവിടെ എവിടെയെങ്കിലും ബാർബർ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അത് കേട്ട ഹാഡ്സൺ പറയണേ, ഏയ് ഇവിടെ ആരുമില്ല, നിങ്ങൾ വേഗം കട വിട്ട് പുറത്തേക്ക് പോയിക്കാന്ന് പറയണം. ഇതേ നേരത്തെ തന്നെ ഓസ്കാർ അപ്പൂപ്പൻ നോക്കുന്ന സമയത്ത് നിലത്ത് അവിടെയും ഇവിടെയായിട്ട് ചോരപ്പാട് കാണുന്നുണ്ട്. സംഗതി അല്പം പെശകാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇതേ നേരം ജോഷിയുടെ ആ ഒരു മുറിവെല്ലാം ബാർബറ നന്നായിട്ട് തന്നെ തുന്നി കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ജോഷി പറയണം, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, അയാൾ എന്തായാലും എന്നെ കൊന്നുകളയും, അയാൾക്ക് ഭയങ്കര പകയാണ്. ഇത് കേട്ടപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ബാർബറ പറയണം, ഒരു കാര്യം ചെയ്യും, ഈ നൂല് അത് നിന്റെ കയ്യിൽ നീ വെച്ചോ, ഞാൻ സിഗ്നൽ തരുന്ന സമയത്ത് അതൊന്ന് പിടിച്ച് വലിച്ചേക്കെന്ന് പറയണം. എന്നിട്ട് ബാത്റൂമിന്റെ വാതിലും തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് മുന്നിൽ തന്നെ നമ്മുടെ ഓസ്കാർ അപ്പൂപ്പൻ ആ പഴയ ബെഡ്ഷീറ്റുമായിട്ട് ഇവളെ കൊണ്ട് തുന്നിക്കാൻ വന്നതാണ്. എന്തായാലും ഓസ്കാർ അപ്പൂപ്പനെ കണ്ടപാട് തന്നെ ബാർബർ ചോദിക്കണം, അപ്പൂപ്പ എന്താ കാര്യം? ഇപ്പൊ നമ്മുടെ ഓസ്കാർ അപ്പൂപ്പ പറയണ, ഏയ് ഒന്നുമില്ല അപ്പൂപ്പന് വേറെ കുറച്ച് പണിയുണ്ടേ, അപ്പൂപ്പൻ പോയിട്ട് വരെ. ഇതും പറഞ്ഞ നമ്മുടെ ആശൻ നൈസായിട്ട് കട വിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അയാൾക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ നെഞ്ചിൽ ഓട്ട വീഴും. എന്തായാലും ഇതിനുശേഷം ബാർബറ ജോഷയെ കസേരയിൽ കൊണ്ടേ ഇരുത്തുകയാണ്. അവിടെ തന്നെ ഹാഡ്സനും ഉണ്ട്. ഇപ്പൊ ഹാഡ്സൺ ജോഷയോട് ചോദിക്കുകയാണ്, അല്ലടാ ഞാൻ നിന്നെ ഒരു പണി ഏൽപ്പിച്ചു, അത് മര്യാദക്ക് ചെയ്താൽ പോരായിരുന്നു, എങ്ങനെയാണ് ഈ ഡീല് കൊളായത്? ഈ സമയത്തിന് ജോഷു പറയണം, അത് പിന്നെ അച്ഛാ ഞാൻ മര്യാദക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് ആ ഒരു ഡ്രഗ്സ് അവരുടെ കയ്യിൽ കൊടുത്ത് പണം വാങ്ങാൻ തന്നെ പോയതാണ്. പക്ഷെ അവന്മാര് പണം തരാതെ തന്നെ ആ ഡ്രഗ്സ് വാങ്ങാൻ നോക്കി, അതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നമാക്കിയത്. ഇത് കേട്ട സമയത്ത് ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ ഹാഡ്സൺ പറയാണ്, പൊന്നു മോനെ ജോഷുവാ കുട്ടാ, ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലായി, അവിടെ പോയ നീയാണ് അലമ്പുണ്ടാക്കിയത്. അതായത് ആ ഡ്രഗ്സ് അവർക്ക് കൊടുക്കാതെ അവരുടെ കയ്യിലുള്ള കാശ് മേടിക്കാനായിട്ട് നീ അവരെ ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആ പണവും ആ ഡ്രഗ്സുമായിട്ട് നീ രക്ഷപ്പെട്ടു. നിന്നെ പിടിക്കാനാണ് ആ ഗ്യാങ്ങിന്റെ ആളായിട്ടുള്ള ബെക്കിന് നിന്റെ പിന്നാലെ അയച്ചത്. ഇതല്ലേ അവിടെ നടന്നത്? അപ്പൊ ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ആരാ പ്രശ്നക്കാരൻ? ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇത് കേട്ടപ്പോ ജോഷോ തലയും താഴ്ത്തി അച്ഛനോട് ക്ഷമ ചോദിക്കണം, അച്ഛാ ഈ ഒരു തവണ എന്നോടൊന്ന് ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിപ്പോയി. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാർബറയാണെങ്കിൽ അവൾ ആ ഒരു നൂല് കൊണ്ട് ചെറിയ ചെറിയ ഓരോ പരിപാടികൾ കാണിക്കുന്നുണ്ട്. അതായത് ആരും അറിയാതെ, ഈ ഹാഡ്സൺ പോലും അറിയാതെ ഇയാളുടെ കാലിന്റെ ഇടയിലൂടെ എല്ലാം ആ ഒരു നൂല് കൊണ്ടുപോകുന്നുണ്ട്. അയാളുടെ ഗണ്ണിൽ വരെ നൂലായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ഹാഡ്സന്റെ അടുത്ത് ജോഷോ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഹാഡ്സൺ പറയാണ്, ഞാനൊരു കാര്യം പറയാം, അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഈ കത്തി ഉപയോഗിച്ച് ഈ പെണ്ണിനെ
അങ്ങ് തീർത്ത് കളഞ്ഞേക്കെന്ന് പറയാണ്. എന്നാൽ അത് ചെയ്യാനായിട്ട് ജോഷിക്ക് മനസ്സ് വരുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ രണ്ടുപേരും സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്ന ബാർബറ രണ്ടുപേരും ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് അവളുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടല്ലോ അത് തുറക്കാണ്, ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വട്ടത്തിയെ പോലെ തന്നെ അവിടെ വെച്ച് ആ മ്യൂസിക്കിനൊത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഹാറ്റ്സന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. ആഹാ കൊള്ളാലോ ഡാൻസ്, ഈ സമയത്ത് ഒരു ഡാൻസ് കാണുന്നത് നല്ല രസമായിരിക്കും, കളിക്ക്. എന്നാൽ അവൾ ഡാൻസ് വെറുതെ കളിക്കുകയായിരുന്നില്ല. ആ നൂലുണ്ടല്ലോ അതിന്റെ ആ ഒരു കെട്ട് ഓരോ ഭാഗത്തു കൂടിയും അവൾ അങ്ങനെ ചുറ്റി വലിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹാറ്റ്സൺ തന്നെ പറഞ്ഞു, മതി നിർത്തിയേക്കെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പാട്ട് ഓഫ് ആക്കുകയാണ്. പിന്നീട് അവളോട് അവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ബാർബറ അവളുടെ കയ്യിലുണ്ടായിരുന്ന നൂലിന്റെ ആ ഒരു കെട്ട് ജോഷിയുടെ കയ്യിലേക്ക് അവൻ അറിയാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ കല്യാണ പെണ്ണ് ബാർബറയുടെ കാറ് കണ്ട സമയത്ത് അവൾ ഇവിടെ തന്നെ ഉണ്ട്, അവളെ ഇപ്പൊ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ കടയുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ തള്ളയുടെ കല്യാണമാണെങ്കിൽ കഴിയുന്നുമില്ല. എന്തായാലും കടയുടെ ഉള്ളിലേക്ക് വന്നപാട് തന്നെ ബാർബറയെ കാണുകയാണ്. അവളെ 4 ആട്ടാണ്. കണ്ടോടി എന്റെ പുറം കണ്ടോ, ഈ പിന്ന് വെച്ച് കുത്തി പുറം ഒരു പള്ളിപ്പുറം ആയിട്ടുണ്ട്, മര്യാദക്ക് ഇത് ലെവലാക്കി തന്നു പറയണേ. ഇതേ സമയത്ത് തന്നെ ഹാറ്റ്സൺ പറയണ, നിങ്ങൾ ഏതാണ്, ഞങ്ങൾ ഇവിടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ഇറങ്ങി പോതള്ളെന്ന് പറയണം. ഇത് കേട്ട നമ്മുടെ മുത്തശ്ശിക്ക് കല്യാണ പെണ്ണിന് അങ്ങോട്ട് ദേഷ്യം കയറി വരികയാണ്. അത് പറയാൻ നീ ഏതാടാ പന്ന കിഴവ, ഇവളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ ബാർബറയും വലിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോയിട്ട് അവരുടെ പിന്നിലെ ആ ഒരു ബട്ടൺസ് ശരിയാക്കിയതിന് ശേഷം മാത്രമാണ് ബാർബറയെ വിട്ടത്. ഈ തള്ളയുടെ ഈ കളിയെല്ലാം കടയുടെ ഉള്ളിൽ നിന്ന് കാണുന്ന ഹാറ്റ്സൺ തന്നെ വിചാരിക്കുകയാണ്, ഇതിനെന്താ വല്ല പ്രാന്താണോ. എന്തായാലും ശല്യം പോയല്ലോ എന്ന് പറയാണ്. അതായത് അവർ കല്യാണ ചെക്കൻ്റെ കൂടെ ആ ഒരു കാർ കയറി പോയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് ബാർബറ അവളിപ്പോഴും പുറത്താണ്. അവളിപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ ജോഷോയ്ക്ക് കണ്ടുകൊണ്ട് എന്തൊരു സിഗ്നൽ കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ബാർബറ ഒരു നൂല് വലിക്കുന്നുണ്ട്. ഈ സമയത്ത് നിലത്തുണ്ടായിരുന്ന ഒരു ഗണ്ണ് അത് പതിയെ ഇങ്ങനെ കറക്റ്റായിട്ട് നേരെ കറങ്ങി തിരിഞ്ഞ് വന്ന് ആ ടേബിളിന്റെ ഒരു സൈഡിൽ നിൽക്കുകയാണ്. അതേ സമയത്തിന് ദോഷ അവന്റെ കയ്യിൽ കൊടുത്ത ആ 2 നൂലും ഒറ്റ വലിയാണ്. സ്പോട്ടിൽ തന്നെ ഗണ്ണ് പൊട്ടുകയാണ്. ബുള്ളറ്റ് നേരെ പോയിട്ട് ഹാറ്റ്സന്റെ നെഞ്ചിൽ തന്നെ കയറി അയാൾ സ്പോട്ടിൽ മരിക്കുകയാണ്. എന്തായാലും സംഗതി സക്സസ് ആയിട്ടുണ്ട്. ഇതേ സമയത്തിന് പുറത്തുണ്ടായിരുന്ന ബാർബറ അവൾ നോക്കുമ്പോൾ ഇയാളുടെ കാറ് അത് അവിടെ തന്നെ ഉണ്ട്. അതിനുള്ളിൽ ആ പണത്തിന്റെ പെട്ടിയുണ്ട്. ബാർബറ പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് കാറിൽ നിന്നും ആ ഒരു കാശെടുത്ത് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ഇതേ സമയത്തിന് പുറത്തേക്ക് വന്ന ജോഷോയും അവന്റെ അച്ഛന്റെ കാറുമായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഷോപ്പിലേക്ക് എത്തിയ ബാർബറ നൈസ് ക്ലീന്, ഇനി ഒന്നിനെയും പേടിക്കാനില്ല. അവൾ അങ്ങനെ ആ ഒരു പെട്ടി തുറന്നു. പെട്ടിയിലുണ്ടായിരുന്ന പണം ഓരോന്നായിട്ട് പതിയെ പുറത്തേക്ക് എടുത്ത് അടുക്കി വെക്കുകയാണ്. ഈ സമയത്താണ് അവസാനത്തെ ആ ഒരു നോട്ട്, അതിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ബോംബ് അത് അവള് കണ്ടില്ല. നോട്ട് അതെടുത്തതോട് കൂടിയിട്ട് ആ ബോംബ് അങ്ങോട്ട് ആക്റ്റീവ് ആവുകയാണ്. അതൊന്ന് തള്ളി പുറത്തേക്കിടാനുള്ള അവസരം പോലും അവൾക്ക് കിട്ടിയില്ല. അയ്യോ ബോംബ്, ഔച്ച്, സാധനം പൊട്ടിയെന്ന് മാത്രമല്ല ആ ബ്ലാസ്റ്റിൽ അവൾ നല്ലോണം അങ്ങോട്ട് പെട്ടുപോകുന്നുണ്ട്. പണവും കത്തി, അവളും കത്തി. ഈ നേരത്ത് ഇത് കണ്ടുകൊണ്ട് ആ റോട്ടിലൂടെ നമ്മുടെ ജോഷു പോകുന്നുണ്ട്. അവൻ അവളെ രക്ഷിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇപ്പൊ മരിച്ചു കിടക്കുന്ന നമ്മുടെ ബാർബറയെ കാണിക്കുകയാണ്. ഒന്നാമത്തെ തീരുമാനം തെറ്റി, രണ്ടാമത്തെയും തെറ്റി, മൂന്നാമത്തെയും തെറ്റി, എന്റെ എല്ലാ തീരുമാനങ്ങളും തെറ്റി. ഇനി ഞാൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. ഇതിനുശേഷം വീണ്ടും ജീവനുള്ള ബാർബറയെ കാണിക്കാം. അവൾ രാവിലെ എഴുന്നേൽക്കുകയാണ്. നേരെ പോയിട്ട് ബുക്ക് പരിശോധിക്കുമ്പോൾ 2 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കാണുന്നുണ്ട്. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് നേരെ നമ്മുടെ കല്യാണ പെണ്ണായിട്ടുള്ള ഗ്രേസിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ആ വസ്ത്രം അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവസാനം ആ ഒരു ബട്ടൺസ് അത് ഫിക്സ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അത് നിലത്തേക്ക് വീണ് പോവാണ്. നേരെ ആ ഒരു വിൻഡിന്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ മനഃപൂർവ്വം അത് തള്ളി താഴേക്കിടാതെ അവൾ ഇത്തവണ ആ ഒരു ബട്ടൺസ് എടുത്ത് മര്യാദക്ക് അത് അവരുടെ പിന്നിൽ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചെയ്ത പണിക്കുള്ള കാശും മേടിച്ച് അവൾ അവളുടെ കടയിലേക്ക് തിരിച്ചു പോവാണ്. എനിക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഈ തള്ളയെ ബുദ്ധിമുട്ടിച്ചില്ല തോന്നുന്നു. പാവം നമ്മുടെ ബാർബറക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. എന്തായാലും ഈ 4ാമത്തെ അവസരത്തിൽ അവൾ യാതൊരു മിസ്റ്റേക്കും കാണിച്ചില്ല. അവർക്ക് വേണ്ട രീതിയിൽ എല്ലാം ചെയ്തു കൊടുത്തു. അവളുടെ പണി അത് വൃത്തിക്ക് ചെയ്തു. അവൾ നേരെ കടയിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി. എന്നാൽ അവൾ ഒരു ഘട്ടത്തിൽ ഒന്ന് റൈറ്റ് തിരിക്കുകയാണ്. കാരണം കുറച്ച് മുന്നോട്ടേക്ക് പോയ ആ 2 അവന്മാരും അവിടെ ഫൈറ്റ് ചെയ്ത് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്നുണ്ടാവുമല്ലോ. അതെന്തായാലും ഞാൻ കാണാൻ പോകുന്നില്ല, അതിലേക്ക് ഞാൻ ഇടപെടാനും പോകുന്നില്ല. ഇത് വിചാരിച്ചാണ് അവള് റൈറ്റ് എടുത്ത് പോയത് കേട്ടോ. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ താണ്ടി നിൽക്കുന്ന ആ ഹാറ്റ്സൺ തന്നെ ബാർബറയുടെ വണ്ടി കണ്ട സമയത്ത് അയാൾ കൈ നീട്ടി വണ്ടി നിർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ബാർബറ പേടിച്ചുകൊണ്ട് തന്നെ എന്താ സാറേ കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു 2 പയ്യന്മാര് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമായിട്ട് കിടക്കുന്നത് നീ എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ചെറിയൊരു ഭയത്തില് ബാർബറ അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട സന്തോഷത്തിൽ ഈ ഹാറ്റ്സൺ ഉണ്ടല്ലോ അയാളുടെ ബാഗിൽ നിന്ന് ഒരു 3 കെട്ട് പണം എടുത്ത് നേരെ ഇവളുടെ കാറിന്റെ ബേക്കിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ എനിക്ക് തന്നെയല്ലേ, ഇത് നീ വെച്ചോന്ന് പറഞ്ഞിട്ട് അയാളുടെ കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാർബറ ബേക്കിലേക്ക് നോക്കിയപ്പോൾ കാശുണ്ട്. കാശ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവിച്ചു പോകാനുള്ള കാശ് അതിലുണ്ട്. അവൾക്ക് സന്തോഷമായി. ഇത് മതി. എന്തായാലും 4ാമത്തെ തീരുമാനം അത് തെറ്റിയില്ല. കിട്ടിയ കാശുമായിട്ട് സന്തോഷമായിട്ട് കടയിലേക്ക് പോകുന്ന നമ്മുടെ ബാർബറയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ആക്ച്വലി എന്താണ് ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലക്ക് വെച്ച് ഒരു പൂമ്പാറ്റ അതിന്റെ ചിറകടിച്ചാൽ ചിലപ്പം അത് കാരണം ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത്
ഭൂകമ്പം തന്നെ ഉണ്ടായേക്കാം. അപ്പോ നമ്മുടെ ബാർബറ ആദ്യം തന്നെ ആ ഒരു ബട്ടൺസ് അത് അവൾ മനഃപൂർവ്വം ആ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടത് കൊണ്ട് റോങ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടന്നു. ചെറിയൊരു തീരുമാനം, അതിലെടുത്ത പിഴവ്, അത് കാരണമാണ് അവൾക്ക് ഓരോ കാര്യങ്ങളിലും തെറ്റുപറ്റിയത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അന്ന് ആ തീരുമാനം എടുക്കേണ്ടായത് മോശമായി പോയി, അന്ന് അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു റീചാൻസ് ഇല്ലല്ലോ. സപ്പോസ് ഒരു റീചാൻസ് കിട്ടിയാൽ അതെങ്ങനെ ഇരിക്കും എന്നാണ് ഈ ഒരു സിനിമ ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത്. സിനിമയിൽ ടൈം ട്രാവലോ അല്ലെങ്കിൽ എക്സ്ട്രാ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു 4 കഥയായിട്ട് തന്നെയാണ് സിനിമ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു 3 പോയിന്റ് ആണ് മിനിമം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം, അത് ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി രണ്ടാമത്തെ കാര്യം, ലൈഫ് ഹാസ് നോ റീസെറ്റ് ബട്ടൺ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകണം, നിങ്ങൾക്ക് ഒരിക്കലും റീസെറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, കുറ്റബോധം, അതുപോലെ തന്നെ അതിജീവനം. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, അല്ല അന്ന് ആ തീരുമാനം എടുക്കണ്ടായിരുന്നു, അങ്ങനെ എന്ത് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം എനിക്കിന്നുണ്ടാവുമായിരുന്നു. എന്തായാലും സിനിമ പല കാര്യങ്ങളും നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചുമ്മാ ഈ സിനിമയുടെ കഥ കേട്ടു പോവാതെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ കമന്റ് ബോക്സിൽ എഴുതുമോ? കമന്റുകൾ കുറെ പേര് വായിക്കുന്നതല്ലേ, നിങ്ങളുടെ തോട്ട് ബാക്കിയുള്ളവരും അറിയട്ടെ. അപ്പൊ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.